SNDP എന്ന മഹത്തായ സംഘടനയെ ചില ഗൂഢശക്തികൾ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പറവൂരിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. This news brought to you by Kalpaga Weddings, North Paravoor. ഗണപതി ഹോമത്തോടെ ദർശനോത്സവത്തിന്റെ ആദ്യ ദിനത്തിന് തുടക്കമായി. രാവിലെ 9-ന് യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ ദർശനോത്സവത്തിന് കൊടികയറി. 11-ന് ദർശനോത്സവം ഉദ്ഘാടന സമ്മേളനം ബാലജന യോഗത്തിന്റെ നേതൃത്വത്തിലെ ഗുരുസ്മരണയോടെ ആരംഭിച്ചു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പള്ളി സ്വാഗതം ആശംസിച്ചു. ഏറ്റവും കരുതലോടെ പറവൂർ SNDP യൂണിയനെ കാത്തുസൂക്ഷിക്കുന്ന ഏറെ പ്രിയങ്കരനായ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവരുടെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ദർശനോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇന്ന് SNDP സംബന്ധിച്ച് നമുക്കറിയാം, പലതരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ത് സത്യമേത് കള്ളമേതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും SNDP യോഗത്തിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ SNDP യോഗത്തിനെതിരെ വരുന്ന കോടതി ഉത്തരവുകൾ പോലും കളച്ചുകൊണ്ട് പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസുകളെന്നും SNDP യോഗത്തിന്റെ കേസിന്റെ ഒരു അവസ്ഥ എന്തെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ SNDP യോഗത്തിന്റെ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്നത്തെ യോഗത്തിന്റെ നേതൃത്വം വാങ്ങിക്കൊണ്ടുവന്ന നിലയിലാണ് പലപ്പോഴും ഇവിടെ വാർത്തകൾ ശ്രമിച്ചുവിടുന്നത്. ഏതാണ്ട് നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാർ SNDP യോഗത്തിന് 60,000-ഓളം അംഗങ്ങൾ ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. അന്ന് SNDP യോഗത്തിന് വാർഷിക പൊതുയോഗം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പോയി അനുവാദം വാങ്ങിക്കൊണ്ടാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് അന്നത്തെ യോഗ നേതാക്കന്മാരാണ് നമ്മുടെ ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന സംവിധാനം SNDP യോഗത്തിലും യൂണിയനിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അതിനുശേഷം വർഷങ്ങളായി നമ്മൾ നടന്നു പോവുകയും ചെയ്യുമായിരുന്നു. അതിനിടയിൽ SNDP യോഗത്തെ ലിക്വിഡേറ്റ് ചെയ്യാൻ കൊടുത്ത കേസ് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഏതാണ്ട് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാര്യയെ കൊണ്ടുവന്ന് ഏതാണ്ട് 10-18-20 വർഷക്കാലം മുമ്പ് SNDP യോഗത്തെ ലിക്വിഡേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് കൊടുത്തുകൊണ്ട് കേസ് കൊടുക്കുകയുണ്ടായി. അതായത് ചിദംബരത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്നാണ് അന്ന് ഇവിടെ കേസ് കൊടുത്തത്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 25 ലക്ഷം രൂപ അവർക്ക് അന്ന് ഫീസ് കൊടുത്തതാണ്. ആ കേസ് വരികയും അന്ന് ഹൈക്കോടതിയിൽ തള്ളിക്കളയുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് അവിടെ നിന്ന് തള്ളിപ്പോവുകയുണ്ടായി. അതായത് ലിക്വിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള SNDP യോഗം, ആ SNDP യോഗം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ശാഖായോഗങ്ങളും യൂണിയനും വനിതാ സംഘവും യൂത്ത് മൂവ്മെന്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗുരുദേവ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗുരുദേവന്റെ വിഗ്രഹം ഉൾപ്പെടെ വിറ്റ് കാശാക്കി കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ കമ്പനി എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നാണ് ഇവര് ആവശ്യപ്പെടുത്തുകൊണ്ട് കേസ് കൊടുക്കുകയുണ്ടായത്. അതേ ആളുകൾ തന്നെ വളരെ വർഷങ്ങളായി പല പല കേസുകൾ കൊടുക്കുകയുണ്ടായി. നമ്മുടെ ഏതാണ്ട് കഴിഞ്ഞ യോഗവാർഷികം നമ്മുടെ ഇലക്ഷന്റെ ഡിക്ലെയർ ചെയ്തു, നോമിനേഷൻ കഴിഞ്ഞു. ആ സമയത്ത് കോടതിയിൽ കൊണ്ടുവന്ന് പിന്നെയും കേസ് കൊടുത്ത ശേഷം അന്നത്തെ കോടതി കണ്ടെത്തിയത് SNDP യോഗത്തിന്റെ പ്രാതിനിധ്യ വോട്ടവകാശം അന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതായത് ഈ പറയുന്ന 50 വർഷക്കാലം മുമ്പ് നമ്മൾ വാങ്ങിയ ആ കാലഘട്ടത്തിൽ SNDP യോഗത്തിന് കേരളത്തിൽ മാത്രമേ ഓഫീസിൽ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിൽ ഓഫീസ് ഇല്ലായിരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന് 2 വർഷക്കാലം മുമ്പ് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിരുന്നു. ഏതെങ്കിലും സംസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അത് ഒരു കമ്പനി നോൺ പ്രോഫിറ്റബിൾ കമ്പനി ആണെങ്കിൽ അത് ആ സംസ്ഥാനത്തിന്റെ അണ്ടറിൽ വരുമെന്നും അത് ഒരു സംസ്ഥാനത്തിന് പുറത്തേക്കുള്ളതാണെങ്കിൽ അത് കേരളത്തിന് പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ളതാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിൽ വരുന്നതുമാണ് അതുകൊണ്ട്
നമുക്ക് പണ്ട് തന്ന ഉത്തരവ് തന്ന സമയത്ത് കേരളത്തിൽ മാത്രമേ SNDP യോഗത്തിന് ശാഖകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് തന്ന കേന്ദ്ര ഗവൺമെന്റ് തന്ന അനുവാദം ശരിയല്ല, അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാതിനിധ്യ വോട്ടവകാശം അന്ന് എടുത്തു കളയുണ്ടായത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അനുഗ്രഹ പ്രഭാഷണവും SNDP യോഗം കൗൺസിലർ ES ഷീബ ടീച്ചർ മുഖ്യപ്രഭാഷണവും SNDP യോഗം ഡയറക്ടർ PS ജയരാജ് ദർശനോത്സവ സന്ദേശവും നൽകി. SNDP യോഗം ഡയറക്ടർ MP ബിനു ഗുരുദേവ സന്ദേശവും യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു സംഘടനാ സന്ദേശവും നൽകി സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ പട്ടണം, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവ്, ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ജോളി, കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീല ബെന്നി, പറവൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG ഹരിദാസൻ, പറവൂർ മുനിസിപ്പൽ മുൻ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, BDGS സംസ്ഥാന സെക്രട്ടറി AB ജയപ്രകാശ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ D പ്രസന്നകുമാർ, കണ്ണൻ കൂട്ടുകാർ, KB സുഭാഷ്, VN നാഗേഷ്, എംപ്ലോയീസ് ഫോറം സെക്രട്ടറി NK സജീവ്, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം അഖിൽ ബിനു, എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ശൈലേഷ്, പെൻഷനേഴ്സ് ഫോറം സെക്രട്ടറി ലിസി ടീച്ചർ, വൈദിക യോഗം പ്രസിഡന്റ് അഖിൽ ശാന്തി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അഭിഷേക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചതോടെ സമ്മേളന പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ.